കോഴിക്കോട്ട് നിന്ന് മുഹമ്മദ് അസ്ലം കൂടി ചേരുന്നു. കോഴിക്കോട്ടും വാഹന പരിശോധന നടക്കുന്നുണ്ട്. തൊണ്ടയാടുള്ള ആഡംബര കാർ ഷോറൂമിലാണ് പരിശോധന. മുഹമ്മദ് അസ്ലം ചേരുന്നു വിവരങ്ങളുമായി. അസ്ലം, ഈ യൂസ്ഡ് കാർ ഷോറൂമുകളിലാണോ പരിശോധന നടക്കുന്നത്, അതല്ല പുതിയ കാർ ഷോറൂമിലാണോ? കോഴിക്കോട് തൊണ്ടയാടുള്ള ഒരു ആഡംബര വാഹനങ്ങൾ വിൽക്കുന്ന രണ്ടാം പ്രീ ഓൺഡ് കാറുകൾ കൂടി വിൽക്കുന്ന ഒരു ഷോറൂമിലാണ് ഇപ്പോൾ കസ്റ്റംസ്, കരിപ്പൂരിൽ നിന്നുള്ള കസ്റ്റംസ് വിഭാഗം പരിശോധനകൾ തുടങ്ങിയിരിക്കുന്നത്. അവിടുന്ന് ഒന്ന് രണ്ട് വാഹനങ്ങൾ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ രേഖകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കടയുടമകൾ പറയുന്ന കാര്യം, ഞങ്ങൾ നിയമപ്രകാരം കൊണ്ടുവന്ന വാഹനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ, ചില രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, രേഖകൾ നൽകും, മറ്റ് പ്രശ്നങ്ങളില്ലെന്ന് പറയുന്നുണ്ട്. അതേസമയം ഈ ഒരു ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാഹനങ്ങൾ ഉണ്ട് എന്നുള്ള ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് വന്നത്. ചില വാഹനങ്ങൾക്ക് അത്തരം സംശയമുണ്ട്, അവരോട് രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് മറ്റു നടപടികളിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ഒരു വാഹനം എന്തായാലും കൊണ്ടുപോകാൻ ഇവിടുന്ന് കസ്റ്റംസ് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. കൂടുതൽ വാഹനങ്ങൾ ഒരുപക്ഷെ പരിശോധനകൾ കിട്ടുന്ന മുറയ്ക്ക് നടത്തുന്ന മുറയ്ക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഈ അവിടെ തൊണ്ടയാടുള്ള ഈ ഷോറൂമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആഡംബര വാഹനങ്ങൾ, പ്രീ ഓൺഡ് ആയിട്ടുള്ള ആഡംബര വാഹനങ്ങൾ വിൽക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ഉപഭോക്താക്കൾ ഇവിടെയുണ്ട്. കോഴിക്കോട് നിന്ന് മാത്രമല്ല, പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ മറ്റു ജില്ലയിൽ നിന്നുമൊക്കെ വരുന്ന ഒരു ആഡംബര ഷോറൂമാണ്, ആ കാറുകളുടെ ഷോറൂമാണ്. അപ്പൊ അവിടെ ഈ ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ചില വാഹനങ്ങളും ഉണ്ട് എന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. അതിന്റെ ഭാഗമായിട്ടാണ് പരിശോധനയ്ക്ക് എത്തിയത്. ഒരു വാഹനം അവർ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ട് മറ്റു വാഹനങ്ങൾ കൂടി ഒരുപക്ഷെ കസ്റ്റംസ് പരിശോധനകൾക്ക് വേണ്ടി കൊണ്ടുപോകും. അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്ന അവരുടെ കട ഉടമ പറയുന്ന കാര്യം, നിങ്ങൾക്ക് ഇത് വാങ്ങിയ സംബന്ധിച്ചുള്ള രേഖകളാണ് ആവശ്യപ്പെട്ടത്. ചിലത് 2010 വാങ്ങിയ വാഹനമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള വിവാദങ്ങളുമായി അല്ലെങ്കിൽ ഭൂട്ടാൻ ഇറക്കുമതി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല, രേഖകൾ ഉള്ളതാണെന്ന് അവർ പറയുന്നു. എന്തായാലും കസ്റ്റംസ് പരിശോധനകൾ തുടരുകയാണ്. ഈ വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ രേഖകൾ ഉൾപ്പെടെ അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ശരി, എം കെ ഷുക്കൂർ കൂടി ചെയ്തു. ഷുക്കൂർ, ഇത് സംസ്ഥാന വ്യാപകമായ പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട്ടും പരിശോധനയുണ്ട്. ഇതിനർത്ഥം ഭൂട്ടാനിൽ നിന്ന് വ്യാപകമായി യൂസ്ഡ് കാറുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അത് കസ്റ്റംസ് വെട്ടിച്ചാണ്, കസ്റ്റംസ് തീരുവ വെട്ടിച്ചാണ് എന്നുള്ള വിവരമാണ് എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ പിന്നിലെ ലാഭം? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടാവുക? അജിംസ്, യൂസ്ഡ് കാറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിപണികളിൽ ഒന്നാണ് കേരളം. നമ്മുടെ ചെറുപ്പക്കാരായ പലരും ഒരു സംരംഭം എന്ന അർത്ഥത്തിൽ തന്നെ അതിനെ കാണുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഉത്തരേന്ത്യയിലും മറ്റും പോയി, ഡൽഹിയിലൊക്കെ പോയി ഉപയോഗിച്ച കാറുകൾ വാങ്ങി ഇവിടെ അത്യാവശ്യം മെയിൻ്റനൻസ് എല്ലാം നടത്തി വിൽക്കുന്ന ഒരു രീതിയുണ്ട്. അത് വളരെ സ്വാഭാവികമായ ഒരു കച്ചവടമാണ്. സ്വാഭാവികം അത്തരം വ്യാപാരം നടത്തുന്ന ആളുകൾക്ക് ഒരു വലിയ സാധ്യതയായി ആണ് ഈ നേപ്പാൾ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ വിൽക്കാമെന്നുള്ളത്. അതിന് നിയമപരമായ ചില തടസ്സങ്ങളുണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കാതെ ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തിയപ്പോഴാണ് ഇതൊരു വലിയ കേസായത്. ഈ നേപ്പാളിൽ നിന്നും 150 വാഹനങ്ങൾ കേരളത്തിൽ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിയമവിരുദ്ധമായി വിൽപ്പന നടത്തിയെന്നുള്ളതാണ് വിവരം. കേരളത്തിലും 20 SUV-കൾ വിറ്റതയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇവയുടെ നമ്പറുകൾ പലവട്ടം മാറ്റി എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ 25 ലക്ഷം രൂപയ്ക്ക് കാർ വാങ്ങിയ ഒരു വ്യക്തിയെ അതാണ് അന്വേഷണ സംഘം ആദ്യം കണ്ടെത്തിയത്. പിന്നീട് ഘട്ടം ഘട്ടമായ അന്വേഷണത്തിൽ സിനിമാ മേഖലയിൽ വ്യവസായികളുടെ കൂട്ടത്തിലെല്ലാം തന്നെ ഈ വാഹനങ്ങളുടെ ഉപഭോക്താക്കളെ അവർ കണ്ടെത്തി. ഇത് പല വാഹനങ്ങളും വളരെ അപൂർവമായി മാത്രമേ നിരത്തിലിറക്കുന്നതോറുണ്ട് കേസ് വന്ന സാഹചര്യത്തിൽ പലരും പിന്നീട് വാഹനം പുറത്തിറക്കാതെയായി. ഇത് പലരുടെയും ഗ്യാരേജുകളിൽ തള്ളുന്ന ഒരു സ്ഥിതിയുണ്ടായി. അങ്ങനെയാണ് ഇപ്പം മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലുള്ള ഗ്യാരേജിലാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധന. അവിടെ ഒരുപാട് കാറുകളുണ്ട്. അതെല്ലാം വിശദമായി പരിശോധിക്കുകയാണ്. അതിന്റെ എല്ലാം സാധുത, നിയമപരമായ അത് എല്ലാ ചട്ടങ്ങളും പാലിച്ചാണോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, അതിന്റെ രജിസ്ട്രേഷൻ എല്ലാം കറക്റ്റ് ആണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കസ്റ്റംസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും പരിശോധിക്കുകയാണ്. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ വിവരങ്ങൾ കൂടി ചേർത്ത് വെച്ച് തന്നെയാണ് ഇന്നിപ്പോൾ കസ്റ്റംസിന്റെ ഈ റെയ്ഡിലും അവർ പങ്കാളികളാകുന്നത്. ഇറക്കുമതി തീരുവ അടയ്ക്കാതെ കടത്തിക്കൊണ്ടുവരുന്ന വാഹനങ്ങൾ ഭൂട്ടാൻ രജിസ്ട്രേഷൻ നമ്പറിൽ ഇന്ത്യയിൽ സർവീസ് നടത്താൻ പാടില്ല എന്നുള്ളതൊരു ചട്ടമാണ്. ആ ചട്ടമാണ് പ്രധാനമായും ലംഘിക്കുന്നത്. ഇന്ത്യൻ വാഹനമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഹിമാചൽ പ്രദേശിലാണ് ഇവർ ആദ്യം രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ഇത് കൂടുതലും ഷിംല റൂറലിലാണ്, അതായത് HP 52 എന്ന സീരീസിലുള്ള വാഹനമായാണ് ഇത് ആദ്യം
രജിസ്റ്റർ ചെയ്ത് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഒരു കാർ 10 ലക്ഷത്തിനും 3 ലക്ഷത്തിനും വാങ്ങിയ SUV 30 ലക്ഷത്തിനും വിറ്റിട്ടുണ്ട്. ആ അർത്ഥത്തിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇത് ലഭ്യമായി എന്നുള്ള ഒരു സാധ്യതയാണ് പലരെയും ഇതിലേക്ക് പ്രേരിപ്പിച്ചത്. നടന്മാർക്കൊന്നും പണമില്ലാത്തത് കൊണ്ടല്ല, ഈ വാഹനത്തോടുള്ള കൗതുകവും ഒപ്പം തന്നെ ഇത്തരത്തിൽ സാധാരണ രീതിയിൽ കാണാത്ത മോഡലിലുള്ള വാഹനങ്ങളെല്ലാം ലഭ്യമാകുന്നു എന്നൊരു സാധ്യത കൂടി വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങിയത്. ഇത് ഇടനിലക്കാരാണ് ഇവരെ പലരെയും ചതിച്ചത് എന്നാണ് പറയുന്നത്. എന്തായാലും അവർക്ക് കൂടി വേണ്ടിയുള്ള പരിശോധന ക്ഷമിക്കണം, അവർക്ക് കൂടി വേണ്ടി കൂടുതൽ തെരച്ചിൽ ഇപ്പോൾ നടക്കുകയാണ്. അവരുടെ എല്ലാം യൂസ്ഡ് കാറുകളെല്ലാം വിൽക്കുന്ന സൂക്ഷിക്കുന്ന ഗ്യാരേജുകളെല്ലാം തന്നെ ഈ അന്വേഷണ സംഘം ഇപ്പോൾ കയറിയിറങ്ങുന്നുണ്ട്. ഇത്തരം വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവരാൻ ഒരു പ്രത്യേക സംഘം തന്നെ പ്രവർത്തിച്ചു എന്ന ഒരു സംശയം തന്നെ ഇപ്പോൾ അന്വേഷണ സംഘത്തിനുണ്ട്. യെസ്, സംസ്ഥാന വ്യാപകമായി കസ്റ്റംസിന്റെ പരിശോധന തുടരുകയാണ്. മടങ്ങി വരാൻ ഈ വാർത്തയിലേക്ക് വിടവേളയ്ക്ക് ശേഷം.